അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാം എല്ലാവരും ദിനം പ്രതി കൈകാര്യം ചെയ്യുന്നൊരു മേഖലയാണ് സാമ്പത്തിക മേഖല. പല ആളുകൾക്കും പലവിധ ബിസിനസ്സുകളും അതുപോലെ തന്നെ ഇടപാടുകളുമായി ക്രയവിക്രയം ചെയ്യുന്ന ഓരോ സമയവും നമ്മിൽ കടന്നു പോയിട്ടുണ്ടാകും. പല ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ബിസിനസ്സിനായാലും മറ്റുള്ളതായ കാര്യങ്ങളായാലും സാമ്പത്തികപരമായി കടങ്ങളുള്ളവരാകാൻ നാം എല്ലാവരും. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് കടമില്ലായ്മ എന്നുള്ളത് അനുഭവമുള്ളത്. അധിക പേരും നോക്കിയാൽ കാണാം സാമ്പത്തിക ഭദ്രതയിൽ ഒരു വികലത വന്നുകൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റാതെ, അതുപോലെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും കടങ്ങൾ പേറി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, കടം വാങ്ങൽ സുന്നത്തുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിന് മാനദണ്ഡങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചിട്ടുണ്ട്. ആ കടം വീട്ടാൻ മാർഗം നമുക്ക് മുന്നിൽ വഴി തെളിഞ്ഞു വരുന്നുണ്ട് എങ്കിൽ മാത്രമാണ് കടം മേടിക്കാൻ പാടുകയുള്ളൂ എന്നാണ്. എന്നാൽ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നാം മേടിച്ചു പോയ കടം തീർക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്ന ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറുന്നൊരു സന്ദർഭവും നമുക്ക് കാണാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാലും ഉള്ള കടങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ ഖുർആനികമായ ഒരു പരിഹാരം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്ത ഒരു മാർഗമാണ്, ഖുർആൻ പരിഹാരമാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ജുമുഅക്കായി പോകുന്ന സമയത്ത് ഒരു യഹൂദിയായ മനുഷ്യൻ തടയുകയാണ്. ജുമുഅക്ക് പോലും അവസരം കൊടുക്കാതെ കടത്തിൻ്റെ പേരിൽ തടഞ്ഞ ഒരു യഹൂദിയുടെ ചരിത്രം, അങ്ങനെ ഒരു അനുഭവമുള്ള സ്വഹാബിയാണ് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ജുമുഅക്ക് കാണാത്ത സമയത്ത്, ജുമുഅക്ക് പോകാൻ അവസരമുണ്ടായിട്ടും അതിന് പോവാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ജുമുഅ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ചോദിച്ചു, എന്താണ് മുആദേ നീ പള്ളിയിലേക്ക് ജുമുഅക്ക് വരാത്തത്? അപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ ഒരു സന്ദർഭമാണ്, അല്ലയോ നബിയെ, ഞാൻ വരാൻ വേണ്ടി മഹത്തായ ജുമുഅ നിസ്കാരവും ഒക്കെ ശ്രവിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഞാൻ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി ഒരു യഹൂദിയുടെ കയ്യിൽ നിന്നും കുറച്ച് സ്വർണം കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മേടിച്ചത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സന്ദർഭത്തിൽ, ജുമുഅക്ക് വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എന്നെ തടയുകയാണ്. ആ ഒരു കാരണത്താൽ എനിക്ക് ജുമുഅ നിസ്കാരം നഷ്ടപ്പെടുകയാണ് നബിയെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയുടെ വിഷമം കേട്ടുകൊണ്ട് അതിനൊരു പരിഹാരമാർഗമായി പറഞ്ഞു കൊടുത്തതാണ്, പർവ്വത സമാനമായ കടങ്ങൾ നിനക്കുണ്ട് എങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ, നീ പതിവാക്കേണ്ട ഒരു സൂറത്തിലെ 2 ആയത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത്. ആ സൂറത്ത് ഏതാണ്? ആലി ഇമ്രാൻ സൂറത്താണ്. ആലി ഇമ്രാനിലെ സൂറത്ത് നാം മനസ്സിലാക്കി അത് പതിവാക്കുകയാണെങ്കിൽ, ആ 2 ആയത്തുകൾ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നമുക്ക് കടങ്ങളൊക്കെ മാറാൻ ആത്മവിശ്വാസത്തോടുകൂടെ നാം ചെയ്യുകയാണെങ്കിൽ അതൊക്കെ എളുപ്പം വീടാനുള്ള പരിഹാര മാർഗങ്ങളും അള്ളാഹു കാണിച്ചു തരുമെന്നാണ്. സൂറത്തു ആലി ഇമ്രാനിലെ 26-ാമതും 27-ാമതുമായ ആയത്ത് നാം എല്ലാവരും പതിവാക്കുക. ആ പതിവാക്കേണ്ട ആയത്തുകളാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ. ഇങ്ങനെ തുടങ്ങുന്നതായ 26-ാമത്തെയും 27-ാമത്തെയും ആൽ ഇംറാൻ സൂറത്തിലെ പ്രധാനപ്പെട്ട 2 ആയത്തുകൾ നാം എല്ലാവരും പതിവാക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരുന്നതാണെന്ന് ഉണർത്തുന്നു. എല്ലാവരും ജീവിതത്തിൽ പതിവാക്കുക. സാമ്പത്തികപരമായ ഇടപാടുകളിൽ ഭദ്രത സൂക്ഷിക്കുക. അള്ളാഹുവിനെ ഭയക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ സമ്പത്തിലും കുടുംബത്തിലും അള്ളാഹു വലിയ ബറക്കത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങൾ, ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കാൻ വേണ്ടി ഈ ഗ്രേസ് ഓഫ് ഇസ്ലാം എന്ന മഹത്തായ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ ഇടുക. പരിഹാരമാർഗങ്ങൾക്കായി അവസരങ്ങൾക്കനുസരിച്ചുകൊണ്ട് മറുപടി തരുന്നതാണ്. എല്ലാവരും ദീനിൻ്റെ പ്രചാരകരാവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.